ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും ആ ഒരു കാര്യം കാരണം കൊണ്ട് തന്നെ താളം തെറ്റാറുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് സ്ത്രീകൾക്കാണ് കൂടുതൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ ജോലിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ പുരുഷന്മാർ അത്രയ്ക്കും അങ്ങനെയല്ല. അവരാ ഒരു കാര്യം ഉണ്ടായി അത് കുറച്ച് നേരം ചിന്തിച്ചു, അത് കഴിഞ്ഞ് അവരുടെ ജോലിയിലോട്ട് പെട്ടെന്ന് അവർക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയണേ, കുറേ പേര് എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമായിട്ടാണ് പറയണേ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എങ്ങനെയാണ് അവരിത് ഇങ്ങനെ വിട്ട് കളഞ്ഞ് അടുത്തൊരു കാര്യത്തിലോട്ട് പോണേ, എങ്ങനെയാണ് ഈ ജോലിനൊന്നും എഫക്റ്റ് ചെയ്യാണ്ട് അവർക്കിത് ചെയ്യാൻ പറ്റണേന്ന്. കാരണം നമ്മൾ ഇങ്ങനെ ഇമോഷണലായിട്ടും വിഷമിച്ചൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്നാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഓർഡറിൽ പോകണം. അപ്പോൾ നമ്മളിങ്ങനൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി പോവാതിരിക്കാനും അത് ഓവർകം ചെയ്ത് എങ്ങനെ അത് മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്, നമ്മൾ സ്ത്രീകൾ കുറച്ചുകൂടി മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ചെറിയ കാര്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റക്കായി പോണത്. ആ ദൈവം കുറച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ. അപ്പോൾ നമ്മളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പല സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം വന്നാലും നമ്മൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും നമുക്ക് പെട്ടെന്ന് വിഷമം വരികയും അതനുസരിച്ച് നമ്മുടെ ജോലികളിലോട്ടും അത് വരികയാണ് ചെയ്യണത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളടക്കം ശ്രദ്ധിക്കുന്നത് നമ്മളാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഭാവിയിലേക്ക് ഉണ്ടാവാൻ പോണ കാര്യങ്ങളും കുറേയും കൂടി നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ചേട്ടൻ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം, നീ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഒരു ടൈമിൽ മക്കളുടെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ ഉള്ള കിച്ചണിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത്രയധികം കാര്യം ചെയ്യണമെന്ന് ചേട്ടൻ ചോദിക്കും. കാരണം ചേട്ടന് അറ്റ് എ ടൈം ഒരു കാര്യമാണ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റണത്. അങ്ങനെ ചേട്ടൻ ചെയ്യുക, കുറേ കാര്യം വന്നാൽ ചേട്ടന് പെട്ടെന്ന് സ്ട്രെസ്സാവും. അപ്പോൾ ചോദിക്കുക എൻ്റെ അടുത്ത് എങ്ങനെ പറ്റണമെന്ന്. ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കഴിവാണത്. അതാണ് നമ്മുടെ പ്രത്യേകതയും. പക്ഷെ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യം വരുമ്പോഴും, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് തകർന്നു പോകുന്നത് അല്ലെങ്കിൽ സ്റ്റക്കായി പോണതിൻ്റെ റീസണും അതാണ്. കാരണം നമ്മൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് അത് ചിന്തിക്കുകയും നമ്മുടെ ശരീരത്തിലടക്കം എഫക്റ്റ് ചെയ്യണ പോലെ നമ്മൾ വളരെ ഗ്ലൂമി ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അതാദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നമുക്കത് ശരിയാക്കി എടുക്കാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇമോഷണലായിട്ടൊരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനായിരിക്കും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ആ കാര്യത്തിന്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ആ ഒരു ദിവസം മൊത്തത്തിൽ അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കാൻ തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ആ സ്ട്രെസ്സും ടെൻഷനും നമ്മൾ കുറയ്ക്കണം. അത് നമ്മൾ അടുത്ത ദിവസവും പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഉണ്ടായിപ്പോയ കാര്യം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതിങ്ങനെ ആലോചിച്ച് കൂട്ടിയെന്ന് വെച്ചിട്ട് ആ ഉണ്ടായ കാര്യം ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിനും നമ്മുടെ ബോഡിക്കും എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ടെൻഷൻ അടിക്കാൻ മാറ്റി വെച്ചാൽ ഓക്കെ, നെക്സ്റ്റ് ഡേ രാവിലെ കുളിച്ച് ഫ്രഷായി നമ്മുടെ ഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിലോട്ട് ആ വിഷമങ്ങൾ ഇങ്ങനെ കടന്നു വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ജോലിയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്യുന്നത്, ജോലിയിൽ ഫോക്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് മതത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ കേട്ടോ, അതിങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറേയും കൂടി മൈൻഡിന് ഭയങ്കര സമാധാനം കിട്ടും. അപ്പോൾ നമ്മളത് ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്നാൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പിന്നെയും വരും. നമ്മൾ പറയില്ലേ, അങ്ങനെ നമുക്കത് കൂടുതൽ ടെൻഷൻ ആവുകയാണ് ചെയ്യണം. അപ്പോൾ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കേണ്ട കാര്യമില്ല. പിന്നത്തെ ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക, ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതാണ് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. കഴിഞ്ഞു പോയത് തിരുത്താനോ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാനോ നിൽക്കരുത്. അതാണ് നമ്മൾ പുരുഷന്മാരിൽ നിന്ന് പഠിക്കേണ്ടത്. അവരിനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അതാണ് ചെയ്യാൻ പോകണത്. അല്ലാതെ പഴയതിനെക്കുറിച്ച് ചികഞ്ഞ് അതിൻ്റെ ഇനി എന്താ എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എവിടെ തെറ്റിപ്പോയി, എൻ്റെ മിസ്റ്റേക്കാണോ എന്ന് ആലോചിക്കുക. ഇനി എന്ത് ചെയ്യും, ആ ഒരു ക്വാളിറ്റി അവരിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ പല സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ തോന്നും ഇതാണ് ഇപ്പോൾ ലൈഫിൽ ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് തോന്നും കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ പരാതി പറയും, സങ്കടം പറയും, ദൈവത്തോട് ചോദിക്കും എന്തിനാണ് എനിക്ക് പ്രോബ്ലം തന്നതെന്ന്. പക്ഷേ അതിനെക്കാട്ടും വലിയ വേറൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ പ്രോബ്ലം ഒന്നും അല്ലായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെ ജീവിതത്തിലെ പല സാഹചര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പിന്നീട് വേറൊരു കാര്യം ഉണ്ടായപ്പോഴാണ് അയ്യോ ആ കാര്യം ഒന്നും അല്ലായിരുന്നു തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ച് കൂട്ടുന്ന ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ
ചെറിയൊരു കാര്യമായിട്ട് മാറും. കാരണം അതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ലൈഫ് നമ്മളിനി കാണാൻ കെടുക്കണേ ഉള്ളൂ. ഇനി എന്താണ് വരാൻ പോകണമെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ചെറിയ കാര്യം വരുമ്പോഴേക്കും അമിതമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളടക്കം അഫക്റ്റ് ചെയ്യണ പോലെ ചിന്തിച്ച് കൂട്ടുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതെങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും എന്നോട് ചേട്ടൻ ചോദിക്കുന്ന കാര്യമാണ്, ഇതിനെക്കാട്ടും വലിയ കാര്യം വന്നാൽ നീ എങ്ങനെ ഫേസ് ചെയ്യും? ഇപ്പോൾ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ഡള്ളായി പോകരുത്. നീ ഇത് മാക്സിമം നമ്മൾ സ്ട്രോങ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ദൈവം തരുന്ന ഓരോ സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സ്ട്രോങ് ആവാനായിട്ട് നോക്കുക. അതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കുക. എന്താണ് അവിടെ തെറ്റിപ്പോയത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണോ അത് സംഭവിച്ചത്. ചിലപ്പോൾ നമ്മുടെ തെറ്റൊന്നും ആവില്ല, മറ്റുള്ളവരെ ചെയ്ത് വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ആദ്യം തന്നെ ആലോചിക്കുക. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്നവരാവാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്കണ്ട. നമുക്ക് പറ്റണ സ്പീഡിൽ പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു ചെറിയ റുട്ടീൻ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്നത് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, പെർഫെക്ഷൻ ആക്കാൻ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും, നമ്മൾ നിർത്തി പോകാൻ തോന്നും. അതോടൊപ്പം തന്നെ അതൊന്നും കൂടി ശരിയാവാനും ചിലപ്പോൾ നമുക്ക് ഇത്തിരി സമയം എടുക്കും. കാരണം നമ്മുടെ മനസ്സ് ഓൾറെഡി ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൂടി ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് തീരെ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ആകെ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് നടന്നു പോകണം. നമ്മുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ പഴയ ഒരു എനർജിയിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് നമുക്ക് നല്ല എനർജി ആയിരിക്കും. എല്ലാം മനസ്സിൻ്റെ കയ്യിൽ ശരിക്കിരിക്കുന്നത് നമ്മുടെ എനർജി അല്ല. നമ്മുടെ മൈൻഡ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷെ മൈൻഡ് ഡള്ളായിട്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ ഒരു എനർജി ഉണ്ടായിരിക്കില്ല. അപ്പോൾ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ പയ്യെ എനർജി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ പഴയ ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ അത് സ്ലോയിലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പെർഫെക്ഷൻ നോക്കാതെ ചെയ്യണ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒരു വിധമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ക്ലീനിങ് ഭയങ്കരമായിട്ട് ചെയ്യും, അല്ലെങ്കിൽ കുക്കിംഗ് എനിക്ക് ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യണം, ഇതിന് പകരം ഞാൻ ഈ കാര്യം ചെയ്തു എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോവുക. ഇനി നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ വീട്ടിലത്തെ, അപ്പോൾ ഞാൻ വീട്ടമ്മയാണല്ലോ, അപ്പോൾ ഞാനത് ബേസ് ചെയ്തിട്ടാണ് പറയണത്. അപ്പോൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ്സും ടെൻഷനൊന്നും കാണിക്കാൻ പറ്റില്ല. അവരെന്താണോ പറയണത് ആ ജോലി നമ്മൾ ചെയ്യാണ്ടും പറ്റില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജോലിക്ക് പോകുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടായി കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും ആ ഒരു വേൾഡിലോട്ട് എത്തുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അതിലേക്ക് ആ ഒരു ജോലി ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കാൻ നേരമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മളൊരു വീട്ടമ്മയാകുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ ജോലിയൊന്നും നിർബന്ധമായിട്ട് നമ്മൾ ആരും വന്ന് ഫോഴ്സ് ചെയ്യണതല്ല, നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീട്ടമ്മമാർ കുറേ പേര് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് അടിക്കുന്നു, ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യണതിൻ്റെ മെയിൻ റീസൺ അതാണ്. നമ്മളെ വേറെ ആരും ഇങ്ങനെ വന്നിട്ട് പറയാനൊന്നുമില്ല, നമ്മൾ നമ്മുടേതായ ഒരു രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ട്. നമുക്കിങ്ങനെ സ്ട്രെസ്സുള്ള സമയത്തൊക്കെ റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റുമെന്നുള്ളൊരു ഗുണമുണ്ട്. ജോലിക്കാരുടെ പോലെയല്ല, അവിടെ പോയിട്ട് നമ്മുടെ വീട്ടിൽ ടെൻഷൻ അവിടെ പോയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോവും. അപ്പോൾ അത് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സമയം, അതായത് നമ്മൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ വീട് മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാക്കാം, ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരുന്ന ദിവസമല്ലേ, ഇപ്പോൾ ഒരു പണി നടന്നാൽ വീട് മൊത്തം വൃത്തിയാക്കാൻ വെച്ച് തുടങ്ങും, അവസാനം നമുക്ക് ഇറിറ്റേഷൻ ദേഷ്യം വന്ന് നിർത്തും. അപ്പം അതിന് പകരം ടൈം ബ്ലോക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതായത് 10 മിനിറ്റ് ഞാൻ റൂം വൃത്തിയാക്കും, 10 മിനിറ്റ് എടുത്തിട്ട് ഞാൻ തുണികൾ മടക്കി വയ്ക്കും. ഈ തിരീശ ടൈം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. 10 മിനിറ്റ് ചെയ്യാം. ചിലപ്പോൾ 10 മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അരമണിക്കൂർ ചെയ്യാൻ തോന്നും. അപ്പോൾ നമുക്ക് അരമണിക്കൂർ ചെയ്യാം. പക്ഷെ ആ 10 മിനിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം ബ്ലോക്ക് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾക്കും ഇത്ര ടൈം എന്ന് വിചാരിച്ചു ടൈമർ വെച്ചോ. എന്നിട്ട് ഇത് ഓരോന്ന് തിരീശ ചെയ്യാം. എന്തായാലും വീട്ടമ്മയായതിൻ്റെ നമുക്ക് അതൊരു ഗുണമുണ്ടല്ലോ, നമ്മുടെ സമയത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള നേരത്ത് നമ്മുടെ ജോലികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സമാധാനവും സന്തോഷവും കിട്ടും. അപ്പോൾ അതുവഴിക്ക് നമുക്ക് വീണ്ടും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജിയും കിട്ടും. നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ആലോചിച്ചിരുന്നാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ 10 മിനിറ്റെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ കാര്യം വീണ്ടും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് വരും. ഇനി നമ്മുടെ ഈ അമിത ചിന്തകൾ നമുക്ക് മനസ്സിലിങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ നമുക്ക് എന്താണ് ഭാവിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയുന്നില്ല, എന്നാലും നമ്മൾ കുറേ കഥകൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കും. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ കുറേ കഥകൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി കൂട്ടിയിട്ട് ഇല്ലാത്ത കുറേ കാര്യം കൂടി നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെ സ്റ്റോപ്പ് എന്ന് പറയുക. എന്നിട്ട് പറയും നിർത്തുക, ഇത് ആലോചിക്കേണ്ട, ഇതാണോ ഉണ്ടായത്, എന്താണ് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായ എക്സാക്റ്റ് കാര്യം എന്താണ്. പുതിയ കഥകൾ മെനയാനോ പുതിയ കാര്യം ഉണ്ടായിന്ന് ആലോചിക്കാനോ ടെൻഷൻ അടിക്കാനോ നിൽക്കണ്ട. ഉണ്ടായ കാര്യം മാത്രം ആലോചിക്കുക, അതിന് നീ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുക, സ്റ്റോപ്പ് ചെയ്യുക.
കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഇല്ലാത്ത കാര്യം കൂടി നമ്മൾ ചിന്തിച്ച് കൂട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിന് വേണ്ടി സ്ട്രെസ് അനാവശ്യമായിട്ട് എടുക്കുകയാണ് ചെയ്യണത്. പലപ്പോഴും നമ്മുടെ മൈൻഡിന് ഞാനായാലും പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കണ കാര്യമാണെങ്കിലും എളുപ്പമല്ല അത് കൺട്രോൾ ചെയ്യാനായിട്ട്. എന്നാലും ഇങ്ങനെ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ പുതിയ കഥകൾ നമ്മൾ തന്നെ മെനഞ്ഞെടുക്കാൻ തുടങ്ങും. അപ്പം അതിലും നല്ലത് എന്താണ്, അത് അധികം ആ ഒരു കാര്യത്തിനെ ചിന്തിക്കുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ഇടുകയാണ് നല്ലത്. ഇനി നമ്മളിങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടണ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ടൈം നമുക്ക് കൊടുക്കാം. 10 മിനിറ്റ് മാത്രമേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക, ടൈം ലിമിറ്റ് വെക്കുക. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പിന്നെ നിർത്തണം. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കരുത്. പിന്നെ നമ്മൾ പോയിട്ട് ഇപ്പോൾ വീട്ടിലെ പാത്രങ്ങൾ കഴുകി, തുണി കഴുകി, അല്ലെങ്കിൽ തുടക്കി, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ പാത്രം കഴുകുകയാണെങ്കിൽ ആ വെള്ളം വീഴുന്ന സൗണ്ട്, പാത്രം കഴുകുന്ന സൗണ്ടുകൾ, ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എനിക്കറിയാം അതൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ്. ആ കാര്യത്തിലേക്ക്, ആ ചെയ്യണ ജോലിയിലേക്ക് വെറുതെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ആ സൗണ്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ആ ചെയ്യുന്ന ഇപ്പോൾ തുണി കഴുകുകയാണെങ്കിൽ അതിൻ്റെ പതയൊക്കെ വരണം നോക്കുക. ഇത് സിമ്പിൾ കാര്യമാണ്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സൗണ്ട്, ഫുഡ് കഴിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വെറുതെ ഒബ്സർവ് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ റൂമിലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, റൂമിൽ ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത് ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെ മൈൻഡിന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങളിലോട്ട് ഒബ്സർവേഷൻ. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ, അന്നൊന്നും ഫോണില്ലല്ലോ, ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കില്ല. ചിലപ്പോൾ ആകാശത്തോട്ട് നോക്കിയിരിക്കും, മേഘങ്ങളിലേക്ക് നോക്കിയിരിക്കും, ചിലപ്പോൾ ചുമരുമ്മയ്ക്ക് നോക്കിയിരിക്കും അല്ലേ. നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. ആ ഒരു സംഭവം തന്നെ നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ കൊണ്ടുവരിക. ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ചിന്തയിൽ നിന്ന് നമുക്ക് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ശ്രദ്ധ കൊടുക്കുക. ഇനി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ സംസാരം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഇമോഷണലായിട്ടും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായ സമയത്ത് നമ്മുടെ സംസാരം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരാം, പൊട്ടിത്തെറിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാത്തവരോട് പോലും നമ്മൾ പോയിട്ട് ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കാം. ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ദേഷ്യം, ടെൻഷൻ, നമ്മൾ പല സമയത്ത് നമ്മൾ ചില കടകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ സെയിൽസിലോ അല്ലെങ്കിൽ ക്യാഷിലോ ഒക്കെ നിൽക്കുന്നവർ നമ്മളൊരു മിസ്റ്റേക്കും ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷേ അവർക്ക് വീട്ടിലത്തെ എന്തെങ്കിലും സ്ട്രെസ്സായിട്ടാവും അവർ ജോലി സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ചോദിക്കുമ്പോഴാവും അവർ നമ്മളോട് ഹാർഷായിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കും. പിന്നെ അതൊരു പ്രശ്നത്തിലേക്ക് ഇടവരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇമോഷണലായിട്ട് നിൽക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ സംസാരം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ പിന്നെ നമുക്കത് ചിലപ്പോൾ മാറ്റാൻ പറ്റാത്ത പോലെ ഒരു വിഷമമായിട്ട് മാറും. അത് ചിലപ്പോൾ നമ്മുടെ ജോലീനെ എഫക്റ്റ് ചെയ്യാം, വീട്ടിലുള്ളവരെ എഫക്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും വരുമല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ ഇമോഷണലായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പോലെ, അവരൊരു തെറ്റും ചെയ്യാത്തവരെ വേദനിപ്പിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരായിട്ടുള്ള ആ ഒരു ബന്ധവും കൂടി നമ്മുടെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സമയത്ത് പരമാവധി നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നോക്കുക. നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനും നോക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ റുട്ടീൻ, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, അവരെന്ത് ചെയ്യണമെന്ന്, ഇതൊന്നും നമുക്ക് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരെ ഒരു പ്രായം വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പറയാം, അവർക്കത് എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. നമ്മുടെ കൂടെ ഉള്ള സമയത്തൊക്കെ അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണു എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. അവർ ചെയ്യുന്ന ഓരോ കാര്യം അവരുടെ ജീവിതത്തിന് തന്നെയാണ് എഫക്റ്റ് ചെയ്യണത്. പലപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിൽ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പറഞ്ഞത് അവർക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണമെങ്കിൽ എടുക്കണ്ട. പിന്നെ എന്തുണ്ടായാലും അവരത് അനുഭവിക്കണം. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളെക്കുറിച്ചുള്ളത് മാത്രമാണ്. അല്ലാത്തത് നമുക്ക് ജസ്റ്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ കൺട്രോൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്വസ്ഥത ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ കൺട്രോൾ അമിതമായി കഴിയുമ്പോൾ, നമ്മളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ ഈ അമിത ചിന്തകളും ആങ്സൈറ്റിയും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മളെ മാത്രമേ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയുള്ള വിഷമങ്ങളുള്ള ദിവസങ്ങളിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് പുറത്ത് പോയിട്ടിരുന്ന് അതൊക്കെ ഒന്ന് കുടിക്കുക. ഫോൺ അധികം നോക്കാണ്ടിരിക്കുക. നമ്മൾ അധികം വല്ലാതെ ചിന്തകളിലോട്ടൊന്നും പോവാതെ റിലാക്സ് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഹോബീസോ അല്ലെങ്കിൽ റിലാക്സിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോബീസ്, പ്രത്യേകിച്ച് എംബ്രോയിഡറി, ക്രോഷ്യ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അതിലോട്ട് പോകും. അതിനാണ് നമ്മൾ ഹോബീസ് പഠിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഹോബി, തയ്യലോ എന്തെങ്കിലും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ഇങ്ങനെ മാറും. നമ്മൾ പ്രായം കൂടുന്നവർ നമുക്ക് ഇങ്ങനത്തേക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമ്മൾ അതല്ലാതെ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോട്ടൊക്കെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക, അത് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും.
ഫൈനലായിട്ട് പറയാനുള്ളത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫുമാണ് അവിടുത്തെ ലീഡേഴ്സ് അല്ലേ. അവർ രണ്ടുപേരും കൂടിയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത്, പ്രായമായ മാതാപിതാക്കളാണെങ്കിൽ അവർ നോക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളാണ് നമ്മുടെ ഈ ഒരു മൂവി, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ തന്നെയാണ്, അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സ്, ഹീറോയിനൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ, അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ നമ്മളാണ് നമ്മുടെ ഫിലിമിലെ ഹീറോയിനും. അപ്പോൾ നമ്മളിവിടെ വെച്ച് സ്റ്റക്കായി പോയി എന്ന് വിചാരിക്കും, നമ്മുടെ വീട് മൊത്തത്തിൽ സ്റ്റക്കായി പോവും, നമ്മുടെ ബാക്കിയുള്ളവരും കൂടി അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുക. നമ്മുടെ ഈ ലൈഫിൽ വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഞാൻ കുഞ്ഞിതെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിനെക്കാട്ട് വലിയ കാര്യം അടുത്തത് വേറെ വരും. അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ധൈര്യം തരാനാണ്, നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ, ഇങ്ങനെ എന്തെങ്കിലും വിഷമത്തിലൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഇരിക്കണേന്നുണ്ടെങ്കിൽ, വീഡിയോ കേട്ടിട്ടിരിക്കണേന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ആശ്വാസം നൽകിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.